Hi all, I am Anu Sebastian Thomas. I am Takeoff Academy OET trainer. Today we will discuss about the basic tips in OET writing. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ OET writing പല സ്റ്റുഡൻസിനും ടഫായിട്ട് ഫേസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രധാനമായും ഞാൻ കാണുന്ന രണ്ട് റീസൺ OET ഇവാലുവേഷൻ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം OET ഇവാലുവേഷൻ ക്രൈറ്റീരിയയുടെ ബേസിൽ അവരുടെ ഇവാലുവേഷൻ പ്രോസസ്സ് ഇതിൽ ടഫ് ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ രണ്ട് കാരണം കൊണ്ടാണ് പൊതുവെ OET റൈറ്റിംഗ് ഇപ്പോൾ സ്റ്റുഡൻസിന് പൊതുവെ ഇച്ചിരി ടഫായിട്ട് ഫീൽ ചെയ്യാറുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടുഡേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ടിപ്സ് ഇൻ OET റൈറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് OET റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, OET റൈറ്റിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കേസ് നോട്ടാണ്. ആൻഡ് യു ഹാവ് ടു സബ്മിറ്റ് ഇറ്റ് ഇൻ എ ലെറ്റർ ഫോം. ദർ ഇസ് എ ലെറ്റർ ഫോമാറ്റ് ഇസ് ദെയർ. സോ ബേസിക്കലി നിങ്ങളുടെ ലെറ്റർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് whether it is a information letter or advice letter or referral letter. So the difference എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻഫർമേഷൻ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൂൾ ഓഫ് ദ ലെറ്റർ അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ദ ലെറ്റർ ഈസ് ദാറ്റ് ടു കൺവേ എ പർപ്പസ് ഓർ കൺവേ an information to a particular recipient. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഇന്ന് കൊറോണ ഡിസീസ് വളരെ പാൻഡമിക്കായിട്ട് പല രാജ്യങ്ങളിലും കാണപ്പെടുന്നു. അപ്പോൾ നമുക്കൊരു ഹെൽത്ത് മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ന്യൂ കേസാണ്. സോ they have to mobilize a particular information to a different health sectors. For example, in the central health ministry, they have to pass the information to the state health ministry regarding what are the causes of corona disease, or how to prevent this, or what are the measures we have to take in care in order to prevent the transmission of disease. So that is what is mean about the information letter. And the advice letter, that is all about is giving a particular information or particular advice to a recipient. For example, the elder child in a family, he had been suffering with chickenpox. So in order to prevent the transmission of disease, the healthcare team or the nurse or the particular department supposed to give an advice to that family members. That is meant by advice letter. And the last one is regarding to the referral letter. And there should be a referent person is there. And for example, one patient is there, that patient name and age, sex, all are mentioned over there, and the patient related medical condition and other related information is also there in that case note. So this is known as a referral letter. So once you got the letter, you make sure that whether it is a information letter or referral letter or advice letter. സെക്കൻഡായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കേസ് നോട്ട് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഹോസ്പിറ്റൽ സെറ്റിംഗ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. വെദർ ദാറ്റ് പേഷ്യൻറ്റ് അഡ്മിറ്റഡ് ഇൻ ദി ഹോസ്പിറ്റൽ ഓർ ഇൻ ദി ഹെൽത്ത് ക്ലിനിക്. നിങ്ങൾ എപ്പോഴും ഹോസ്പിറ്റലാണെങ്കിൽ ആ പേഷ്യൻ്റ് എപ്പോഴും അഡ്മിഷൻ ഡേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലാൻ ഫോർ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഡേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്ലാനിങ് ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ക്ലിനിക്കിലാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ലാസ്റ്റ് വിസിറ്റ് ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ how many times that patient was visited, that patient visited in that particular clinic, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെദർ ദാറ്റ് ഹെൽത്ത് സെറ്റിംഗ് ഈസ് എ ഹോസ്പിറ്റൽ ഓർ ദ ഹെൽത്ത് ക്ലിനിക് ഓർ എനി അതർ സെറ്റിംഗ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദ പേഷ്യൻറ്റ് ജെൻഡർ നിങ്ങൾ എപ്പോഴും നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. whether the patient is male or female. If the patient is male, you are supposed to write he in the upper part of the question paper, or whether the patient is female, you are supposed to write the she. Because നിങ്ങൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസർ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് വരുന്ന സമയത്ത്, നിങ്ങൾ പ്രോണൗൺസ് ഉപയോഗിക്കുന്ന സമയത്ത്, there may be a chance for gender change. In order to avoid that, you better to write the patient gender in the upper part of the question paper. Okay, that is the next important area while we are receiving the question. And while you are writing the introduction part or the purpose part, how we are going to write the informative introduction to a recipient. In order to write the introduction, and first of all you must focus what is the present condition of that patient, or whether the patient is in a post-operative state, or whether the patient is physically disabled. So you must focus on what is the present condition of the patient and what is the role of the recipient of the letter on the present condition of the patient. And other area also we must focus on while we are receiving the question. For example, if the patient is admitted to a particular hospital with a complaint of third stage esophageal cancer,
Okay, while we are focusing on that question, we can see that that patient is admitted on the secondary healthcare setting. In that healthcare setting, there is I mean, the healthcare services in that particular hospital is not enough. That patient, അങ്ങനത്തെ ഇൻഫോർമേഷൻ നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ I write this letter to Raffo, Mr. X, who has been provided with limited facility to care limited facility to treat third stage esophageal cancer, requires a specialized care at your service. So this is the way you are writing the purpose or introduction. And while you are writing the purpose of the introduction, you again focus on and the recipient or status of the recipient or designation of the recipient of the letter, whether that letter is you are drafting to a occupational health care or occupational therapist or the physiotherapist or the dietitian. You must focus on that, and based on that you must change the information. We all know that the dietitian is not enough or not well equipped to comprehend the medical terms or technology or medical terms or medical abbreviations. So you just focus on what are the information needed for that dietitian. So you must flexible enough to convey the information based on the status or designation of the recipient of the letter. Okay, then we will focus on the first body paragraph. While the organization should be there, and while you are writing the first body paragraph, you must focus on what are the current condition of that patient, what the treatment could or received that patient. That is, you must included in the first body paragraph. And some students may face the difficulties while too many informations are maybe given in the question paper. So the students may be confused how to write. For example, the patient is maybe received the warfarin, and the first of all that patient started with the 2 mg, then it's changed to 3 mg or 5 mg like that. So while you are writing that information, we must focus on we must write in such a way that the patient was recommenced tau warfarin following surgery based on the PTINR levels. So you are not supposed to write the short forms. In order to write the PT, you just write the prothrombin or international normalized ratio. So this is the way you are writing the information in the first body paragraph. Okay, and the next important thing is that how you find the relevance of the letter. Why the relevance of the letter we can easily identify in such a way that if the information is given in the patient treatment plan as well as in the discharge plan, that information is very, very important. You are not supposed to omit that information. This is the way you are organizing the first body paragraph. And the second body paragraph usually the social history as well as the patient patient past medical or surgical history. In that area, if the patient is already a known case, you are not supposed to write that information in the second body paragraph. And the last one is a discharge summary. The third body paragraph. In that, you can write the discharge summary in a separate way, or you can correlate the information in the first body paragraph. The patient present condition as well as what are the role of the recipient. That's a discharge summary in the first body paragraph. Once again, I think that, and if you want, you can write the discharge summary in a separate way, or otherwise you can correlate the information in the first body paragraph itself. Okay, this is the basic tips in OET writing, and hope you all got some information regarding what are the things you must follow or you must focus while writing OET writing. Thank you very much.